എൻ മനമേ സ്തുതിക്ക നിന്നാഥനേ, എന്നുള്ളമേ വാഴ്ത്തുക നന്ദിയാ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം 20-ാമത് വാക്യം: ദൈവം നിഷ്കളങ്കനെ നിരസിക്കുകയില്ല, ദുഷ്പ്രവർത്തിക്കാരെ താങ്ങുകയുമില്ല എന്നുള്ള വചനമാണ്. നാം ഈ വാക്യത്തിൽ കാണുന്നത് ഇയ്യോബിൻ്റെ പാപം നിമിത്തമാണ് അവന് ദൈവത്തിങ്കൽ നിന്ന് സഹായം ലഭിക്കാത്തത് എന്നാണ് ബിൽദാദിൻ്റെ ന്യായവാദം എന്ന് പറയുന്നത്. ദൈവം ഒരിക്കലും ഒരു നിഷ്കളങ്കനെ തള്ളിക്കളയുന്ന ദൈവമല്ലെന്നും ദുഷ്പ്രവർത്തിക്കാരെ സഹായിക്കുന്ന ദൈവമല്ലെന്നും ബിൽദാദ് വളരെ കൃത്യമായിട്ട് ഇയ്യോബിനെ ഓർപ്പിച്ച് ഉണർത്തുകയാണ്. 15-ാം സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോഴും ഓർപ്പിക്കുന്ന വാക്കുകൾ നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ അവൻ എവിടെ വസിക്കും എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ കൂടാരത്തിൽ പാർക്കുവാനും വിശുദ്ധ പർവ്വതത്തിൽ വസിപ്പാനും അവൻ യോഗ്യനായിത്തീരുന്നു എന്നും ആ വാക്കുകൾക്കകത്ത് ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇയ്യോബിനോട് പറയുന്നത്, ദൈവത്തിങ്കൽ നിന്ന് നിനക്ക് രക്ഷ ലഭിക്കാത്തത് നീ നീതിമാനല്ലാത്തതുകൊണ്ടാണ് എന്ന് സൂചിപ്പിക്കുവാൻ ബിൽദാദ് ഉത്സാഹിക്കുമ്പോൾ, സ്വന്തം ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ തിന്മ കണ്ടെത്തുവാൻ കഴിയാത്ത ഇയ്യോബ് ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ നിരപരാധിത്വങ്ങളൊക്കെ ഏറ്റുപറയുമ്പോഴും ദൈവത്തിങ്കൽ നിന്ന് ഒരു ഉത്തരം തനിക്ക് ലഭിച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണെങ്കിലും, പിന്നത്തേതിൽ കൃത്യമായ തലത്തിൽ ഇയ്യോബിൻ്റെ അരികിലേക്ക് കടന്നു വരുന്ന സർവശക്തിയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നോട് പറയുന്നത്, നീ നിഷ്കളങ്കനല്ലാത്തതുകൊണ്ടല്ല, നീ ദുഷ്പ്രവൃത്തികൾ ചെയ്തതുകൊണ്ടല്ല നിന്റെ ജീവിതത്തിനകത്ത് ഈ പ്രതിസന്ധികൾ കടന്നു വന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം നമ്മാലാവോളം വിശ്വസ്തയോടും നീതിയോടും നിഷ്കളങ്കതയോടും ജീവിച്ചിട്ടും മനുഷ്യൻ്റെ മുമ്പിൽ നീതിമാന്മാരായിത്തീരുവാൻ സാധിക്കാതെ വരികയും പല കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും ദൈവത്തിങ്കൽ നിന്നും മറുപടി വരുവാൻ വൈകുകയും ചെയ്യുന്നതുകൊണ്ട് നാം നീതീകരിക്കപ്പെടുകയില്ലെന്നോ ദൈവത്തിങ്കൽ നിന്നൊരു ഉത്തരം കിട്ടില്ലെന്നോ ചിന്തിക്കരുത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയം എത്തുമ്പോൾ നിങ്ങളുടെ നിരപരാധിത്വം, നിങ്ങളുടെ നിഷ്കളങ്കത, നിങ്ങളുടെ സത്യസന്ധത സകലരും കാണുക തെളിഞ്ഞു വരികയും മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുവാനുള്ള അവസരം ദൈവം നൽകുകയും ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നാം നമ്മുടെ മനസ്സാക്ഷിയെ പരിശോധിച്ചുകൊണ്ട് ആവോളം നിഷ്കളങ്കതയോടും പരമാർത്ഥതയോടും നമ്മുടെ ജീവിതം കഴിക്കേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായിത്തീരാം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഈ ദിവസത്തിൽ കേട്ട വചനത്തിനായി സ്തോത്രം.
ഞങ്ങളെ ഓർക്കുന്ന ഒരു ദൈവം, നിഷ്കളങ്കതയോടെ ഞങ്ങൾ ജീവിപ്പാനും ആ തലത്തിൽ ദൈവത്തിൻ്റെ കരുണയുടെ കരം ഞങ്ങൾക്ക് കാണുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ ഒരു വഴി കർത്താവ് തുറക്കണം. നന്മ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.